തിരുവനന്തപുരത്ത് റോഡ് കയ്യേറി വേദിയൊരുക്കി പരിസ്ഥിതി ദിനാചരണം. നഗരസഭയുടെ നേതൃത്വത്തിൽ പുനർജനി പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. ഗതാഗതം തടസ്സപ്പെടുത്തി വേദിയൊരുക്കിയത് വിവാദമായതോടെ മേയറടക്കം പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. വഞ്ചിയൂരിൽ നിന്ന് തകരപ്പറമ്പിലേക്ക് പോകുന്ന പ്രധാന വേദിയാണ് കെട്ടിയടച്ചത്. പുനർജനി പദ്ധതിയുടെ ഭാഗമായി ആമയിഴഞ്ചാൻ തോട് ശുചീകരിക്കുകയായിരുന്നു സംഘാടകരുടെ ലക്ഷ്യം. ഗതാഗതം തടഞ്ഞത് വിവാദമായതോടെ സംഘാടകർ പരിപാടിയുടെ സമയം ചുരുക്കി. മേയറടക്കം പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. നഗരസഭയുടെ അറിവോടുകൂടി സംഘടിപ്പിച്ച പരിപാടിയല്ലെന്നായിരുന്നു മേയർ വി രാജേഷിന്റെ വിശദീകരണം. നഗരസഭയുടെ ലോഗോ ഉപയോഗിച്ചത് അന്വേഷിക്കുമെന്നും മേയർ മാധ്യമങ്ങളോട്. കോർപ്പറേഷൻ അത്തരത്തിലൊരു പരിപാടി തീരുമാനിച്ചിട്ടില്ല. സംഘാടകർ മേയർ ചെല്ലുന്നത് കൊണ്ട് പല സ്ഥലത്തും കോർപ്പറേഷൻ പങ്കെടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് അന്വേഷിക്കും. PWD റോഡ് ഇങ്ങനെ ചെയ്തപ്പോഴേക്കും അവിടുത്തെ പോലീസ് അവിടെ പോയിരുന്നു. അവിടുത്തെ കൃത്യമായിട്ട് ഓരോ പോലീസ് സ്റ്റേഷന്റെയും പരിധിയിൽ വരുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് അറിയണ്ടേ. സംഭവം വിവാദമായതോടെ നടറോഡ് കയ്യേറി ഒരുക്കിയ വേദിയിലെ ഫ്ലെക്സ് ബോർഡിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെയും മേയറുടെയും ഫോട്ടോകൾ താൽക്കാലികമായി സംഘാടകർ മറച്ചു. അനുമതി വാങ്ങാതെയാണ് റോഡ് കെട്ടിയടച്ചതെന്നാണ് വഞ്ചിയൂർ പോലീസ് അറിയിച്ചത്. കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ. പരിപാടിക്ക് മുന്നോടിയായി വഞ്ചിയൂരിൽ നടത്തിയ മരം നടീൽ ചടങ്ങിൽ മേയർ വി രാജേഷ് അടക്കം പങ്കെടുത്തിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.